രാവിലെ ന്യൂസ് പേപ്പർ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതാ ചായക്കപ്പം പിടിച്ചോണ്ട്. എന്നാ ന്യൂസ് പേപ്പർ ഏതായാലും വന്നിട്ടില്ല. എന്നാ പിന്നെ ഇവിടെ കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ പിച്ചി മാന്തിയൊക്കെ നിൽക്കാം, ചെടികളെയൊക്കെ നോക്കാം. ഈ 10 മണി ചെടിയുടെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പൂക്കള്, വാടിയ പൂക്കളൊക്കെ പറിച്ച് കളയുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മൊത്തം ചെടിയോടെ അളിഞ്ഞു പോകും. അതിന് മുന്നേ, അളിഞ്ഞു പോകുന്നതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളയും, അതിന്റെ വാടിയ ഉണങ്ങിയ പൂക്കള്. പിന്നെ ഇനിയും അടുത്ത ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു മുടിവെട്ട് നടത്തണം. അല്ലെങ്കിൽ ഇതിങ്ങനെ തഴച്ച് ചുമ്മാ വളർന്നു പോവുകയുള്ളൂ, പൂക്കളൊന്നും ഉണ്ടാകുകയില്ല. നെക്സ്റ്റ് സമ്മർ ആകുമ്പോഴത്തേക്ക് സേവ് ചെയ്യണമല്ലോ. ഇതൊരു ന്യൂസ് പേപ്പറും എത്തിയില്ല, ഒന്നുമില്ല. എന്നാൽ പിന്നെ അതുവഴിയൊക്കെ ഇങ്ങനെ പരുതി നടന്നപ്പം എന്താണ്ട് നമ്മുടെ സ്പൈഡർ കുഞ്ഞ് ഒരെണ്ണം ചെടിയെന്ന് പൊട്ടി താഴെ കിടക്കുന്നു. എന്നാ പിന്നെ ഇതിനെ കൊണ്ട് കുഴിച്ചിടാം. അപ്പം പണ്ട് നട്ട കുറെ നമ്മുടെ പൈനാപ്പിളിന്റെ ചെടിയും അതും ഇതുമൊക്കെ കുത്തിവെച്ച സ്ഥലത്തോട്ട് പോയി ഇതുകൂടെ കൊണ്ടുവന്നൊരു ചട്ടിക്കകത്തോട്ട് കുത്തിവെച്ചു. ഇതൊക്കെ കിളുക്കുവോ ആവോ ദൈവത്തിനറിയാം. ഈ ചെടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇതുപോലെ നട്ട കുറെ ചെടിയിലൊക്കെ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പറയണൊക്കെ കരിഞ്ഞിരിപ്പുണ്ട്. ഇതൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. ഈ സാധനത്തിനെ കണ്ടോ? ഈ സാധനം കാരണം പണ്ട് എന്നെ തൈരിനകത്ത് മുക്കി കിണറ്റുംകര നിർത്തിയിട്ടുണ്ട് കൊച്ചിലെ. എന്തോരം ചൊറിഞ്ഞ് പണ്ട് നാട്ടില് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പം ഇത് തന്നെയായിരുന്നു പണി. ഇത് ഏത് ചട്ടി പൊക്കിയാലും ഇനിയിപ്പം മഴക്കാലത്ത് ഈ ഉറുത്താമ്പുഴുവിന്റെ ശല്യമാണ്. പത്രമൊന്നും വന്നൊന്നും ഇല്ല. എന്നാ പിന്നെ പിള്ളേരെയും കൊണ്ട് നീ അകത്ത് കയറാം. ടെറസിന്റെ മണ്ടയിലെ ബഹളം കേട്ട് ഞാൻ ചെന്നതാ. ഇത് കണ്ടോ പരുന്ത്? ഈ ശല്യമാണ് എന്റെ ബേർഡ്സിനെ പിടിക്കാൻ വരുന്ന ശല്യം. ബേർഡ്സിനെ മാത്രമല്ല, ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ കാറ്റർപില്ലറും ഒന്നിനെയും ജീവിക്കാൻ സമ്മതിക്കുകയല്ല ഈ ജന്തു.